ചില ആചാരങ്ങൾ ചില വിശ്വാസങ്ങൾ എന്ന രീതിയിൽ പാലിക്കപ്പെടുമ്പോൾ അതിനെ അന്ധവിശ്വാസമായി വിലയിരുത്താറുണ്ട്. എന്നാൽ എല്ലാ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളല്ല. അവയ്ക്ക് പിന്നിൽ ചില ശാസ്ത്ര സത്യങ്ങളുണ്ട്. ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ അങ്ങനെ തന്നെയാണ്. അത്തരം ചില ആചാരങ്ങളെ പറ്റി പറയാം. ക്ഷേത്രകുളങ്ങളിലും പുണ്യനദികളിലുമൊക്കെ നാണയങ്ങൾ എറിയുന്ന ആചാരം പല ക്ഷേത്രങ്ങളിലുണ്ട്. കണ്ടിട്ടില്ലേ? പണ്ട് കാലത്ത് ചെമ്പ് നാണയങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ ഇതിൽ നിന്നുള്ള ലോഹം ചെമ്പ് വെള്ളത്തിലൂടെ ശരീരത്തിലെത്തും. ഇത് ആരോഗ്യത്തിന് ഗുണകരമാണ്. അതിനാലാണ് ഇത്തരത്തിൽ നാണയങ്ങൾ വെള്ളത്തിൽ ഇടുന്നത്. മറ്റൊന്ന്, നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ കൈകൾ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുമല്ലേ? അത് പതിവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈവിരലുകളുടെ അറ്റത്തുള്ള ആ പ്രഷർ പോയിന്റുകളിൽ മർദ്ദം വരും. ഈ പ്രഷർ പോയിന്റുകൾ കണ്ണ്, ചെവി, മനസ്സ് എന്നിവയുടേതാണ്. ഇത് കണ്ണ്, ചെവി, മനസ്സ് എന്നിവയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മറ്റൊരു ആചാരമാണ് വിവാഹശേഷം സ്ത്രീകൾ കാൽവിരലിൽ മോതിരം ധരിക്കുന്നത്, അതായത് മിഞ്ചി ധരിക്കുന്നത്. രണ്ടാമത്തെ വിരലിലാണ് മോതിരം ധരിക്കുക. യൂട്രസ്, ഹൃദയം എന്നിവയിലേക്കുള്ള നാഡികൾ ഈ വിരലിലുണ്ട്. ഈ മോതിരം ധരിക്കുമ്പോൾ ലോഹത്തിൻ്റെ സ്വാധീനം ഈ അവയവങ്ങളുടെ ആരോഗ്യത്തെ ബലപ്പെടുത്തും. മറ്റൊന്ന്, നെറ്റിക്ക് നടുവിലായി പ്രധാനപ്പെട്ട ഒരു നാഡീവ്യൂഹമുണ്ട്. നമ്മൾ പൊട്ട് തൊടുന്നത് ശരീരത്തിലെ ഊർജ്ജം നിലനിർത്തുന്നതിന് സഹായിക്കും, അതുപോലെ ഏകാഗ്രത നൽകും. പൊട്ട് തൊടാൻ നമ്മളിങ്ങനെ അമർത്തുമ്പോൾ അവിടെ രക്തപ്രവാഹം വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അമ്പലമണി അടിച്ച് തൊഴാറുണ്ട് അല്ലേ? ഇത് കേരളത്തിന് പുറത്ത് മിക്കവാറും ക്ഷേത്രങ്ങളിലുള്ള ആചാരമാണ്. ദൈവത്തെ ഉണർത്താൻ എന്നതാണ് ഇതിൻ്റെ വിശദീകരണം. മണി മുഴങ്ങുമ്പോൾ അത് ദൈവത്തെയല്ല, നമ്മുടെ തലച്ചോറിനെ ഉണർത്തും, ഏകാഗ്രത വർദ്ധിക്കും. ഇത് പ്രാർത്ഥിക്കാനുള്ള മനസ്സും ശാന്തിയും നൽകും. തുളസിയെ നമ്മളൊക്കെ പുണ്യസസ്യമായാണ് കാണുന്നത്. തുളസിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് പാമ്പുകളെ അകറ്റി നിർത്തും. പല അസുഖങ്ങൾക്കുമുള്ള ഒരു പരിഹാരവുമാണ്. ആൽമരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാത്രിയിൽ പോലും ഓക്സിജൻ പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒന്നാണ് ആൽമരം. ആലിനെ നശിപ്പിക്കാതിരിക്കാൻ പൂർവികർ കണ്ടുപിടിച്ച ഒരു വഴിയാകാം അത് പുണ്യവൃക്ഷമാണ് എന്നത്. ആഹാരത്തിന് ശേഷം അല്പം മധുരം കഴിക്കുക എന്നതൊരു പഴമൊഴിയാണ്. എരിവിന് ശേഷം മധുരം എന്നും പറയും. എരിവുള്ള മസാല കലർന്ന ഭക്ഷണങ്ങൾ ദഹനരസം ഉൽപ്പാദിപ്പിക്കും. ഇത് ദഹനത്തെ സഹായിക്കും. മധുരം ദഹനം പതുക്കെയാക്കാം. അതുകൊണ്ടാണ് മധുരം അവസാനം എന്ന പ്രയോഗം. വിവാഹത്തിന് മൈലാഞ്ചി ഇടാറുണ്ട് അല്ലേ? അതൊരു പതിവാണ്. ചില സ്ഥലങ്ങളിൽ വരണയും മൈലാഞ്ചി അണിയിക്കാറുണ്ട്. മൈലാഞ്ചിക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊക്കെ കുറയ്ക്കാൻ ആ ചടങ്ങിലൂടെ സാധിക്കും. ദീപാവലിക്ക് മുന്നോടിയായി വീട് വൃത്തിയാക്കണമെന്ന് പറയും. ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് ഇത് വരിക. അതിനു മുമ്പുള്ള മഴക്കാലം വീട് വൃത്തിയാക്കാൻ അധികം പറ്റാത്ത സമയമാണ്. വീട്ടിലിങ്ങനെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടും, കേടുപാടുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഇത് നേരെയാക്കാനുള്ള ഒരു സമയമാണ് ദീപാവലി. നിലത്തിരുന്നുണ്ണുന്നത് ഒരു ആചാരമാണ്. ആ നിലത്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ യോഗമുദ്ര പ്രകാരം എന്താണ് പറയുക എന്നറിയോ? സുഖാസനം എന്നാണ്. ഇത് ദഹനത്തിന് സഹായിക്കുന്ന ഒരു പൊസിഷനാണ്. അങ്ങനെ ഒട്ടനവധി ആചാരങ്ങൾ നമുക്കിടയിലുണ്ട്. അതിലൊക്കെ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. മറ്റൊന്ന്, വടക്ക് വശത്തേക്ക് തലവെച്ച് കിടക്കരുത് എന്ന് പറയാറുണ്ട്. അത് ഋണാത്മകമായ ശക്തി ഒഴിവാക്കുന്നതിനാണ്. ഭൂമിയുടെ കാന്തിക വലയത്തിന് അനുസൃതമായി കിടക്കുമ്പോൾ ശരീരത്തിലെ ഇരുമ്പ് ഭൂമിയുടെ കാന്തിക വലയത്താൽ ആകർഷിക്കപ്പെടും. തലവേദന, ഓർമ്മക്കുറവ്, പേടി, ശക്തിക്ക് ക്ഷയം ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ പുലർക്കാലത്തിലും സായങ്കാലത്തിലും ഒക്കെ സൂര്യദേവനെ വന്ദിക്കുന്നത് പണ്ടത്തെ ആൾക്കാരാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴുള്ള ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. സൂര്യരശ്മികൾ ദേഹത്തും കണ്ണിലും പതിക്കുന്നത് ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും ഗുണകരമാണ്. ഇനി കാതുകുത്തുന്നത് വെറുതെ ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, ബുദ്ധിശക്തി വർദ്ധിക്കാനാണ്. എന്നും ചെവിയിലെ ഞരമ്പുകളും തലച്ചോറുമായി ഇത് ബന്ധമുണ്ട് എന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വളകളിടുന്നത്, വളകൾ തമ്മിലുള്ള ഉരസൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ഉരുണ്ട വളകൾ ശക്തി പാഴായി പോകാതെ ഇരിക്കാനും സഹായിക്കുന്നു. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, മുതിർന്നവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്നതിലൂടെ അവരുടെ സത്സങ്കല്പങ്ങൾ നമുക്ക് ലഭിക്കും. മാത്രമല്ല നമ്മുടെ അഹങ്കാരം ഇല്ലാതെയാകും. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ വെറുതെ ഉള്ളതല്ല, അന്ധവിശ്വാസങ്ങളല്ല, ജാട കാണിക്കാനുള്ളതല്ല. അതിലെല്ലാം ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. അതിലുപരി ഓരോ ആചാരവും നമുക്ക് ജീവിത ഉന്നതി നൽകുന്നതും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മസ്.